ഫ്രണ്ട്സ്, ഒരു കൈപ്പേറിയ സത്യം എന്താണെന്നാൽ ഈ ലോകം നിങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ലുക്ക് വെച്ചാണ് ആദ്യം ജഡ്ജ് ചെയ്യുക. നിങ്ങൾ എത്ര നല്ല ആളാണെങ്കിലും ശരി, എത്ര നല്ല ടാലൻ്റ് ഉള്ള ആളാണെങ്കിലും ശരി, ആരും നിങ്ങളെ ആദ്യം നിങ്ങളുടെ ഇൻ്റലിജൻസ് കണ്ട് വാല്യൂ ചെയ്യില്ല. ബിക്കോസ് ഇതൊന്നും ആരും തന്നെ ആദ്യം ശ്രദ്ധിക്കില്ല. ഒരു അപരിചിതൻ നിങ്ങളെ ആദ്യം കാണുമ്പോൾ നിങ്ങളുടെ ഐ കോണ്ടാക്ട്, ബോഡി മൂവ്മെൻറ്റ്സ്, ആറ്റിറ്റ്യൂഡ് ഇതിനെയായിരിക്കും ശ്രദ്ധിക്കുക. സോ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ബെസ്റ്റ് ഇംപ്രഷൻ ആക്കണമെങ്കിൽ അപ്പോൾ ഈ ഒരു 7 ബോഡി ലാംഗ്വേജസ് നിങ്ങൾ ഫോളോ ചെയ്യണം. ലോകത്തിലെ ശക്തരായിട്ടുള്ള എല്ലാ ആളുകളും അവരുടെ ബോഡി ലാംഗ്വേജിലൂടെയാണ് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാണ് നിങ്ങൾ അവരിലേക്ക് അട്രാക്റ്റ് ആകുന്നത്. അതിനുശേഷമായിരിക്കും നിങ്ങൾ അവരെ പറ്റി അറിയാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു റൂമിലേക്ക് എൻ്റർ ആകുമ്പോൾ നിങ്ങൾ അവിടെ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവിടെയുള്ള എല്ലാവരുടെ ബ്രെയിനും നിങ്ങളെ അനലൈസ് ചെയ്യും. നിങ്ങളുടെ വാക്ക്, ഫേസ് റിയാക്ഷൻ, ഐ മൂവ്മെൻറ്റ്, പോസ്ചർ ഇതെല്ലാം അവർ നോട്ടീസ് ചെയ്യും. ഈ സിഗ്നൽസ് എല്ലാം ചേർന്ന് അവരിലേക്ക് ഒരു സൈലൻറ്റ് മെസ്സേജ് അയക്കും. നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ അതോ നെർവസ് ആണോ, അല്ലെങ്കിൽ ഇവൻ ഡേഞ്ചർ ആണോ, നോക്കിയും കണ്ടൊക്കെ ഇവനോട് നിൽക്കണോ എന്ന്. ഇതുകൊണ്ടാണ് ചില ആളുകൾ ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് മറ്റു ചില ആളുകൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അവരെ ഇഗ്നോർ ചെയ്യപ്പെടുന്നത്. സൈക്കോളജിയിൽ ഇതിൻ്റെ പേരാണ് നോൺ വെർബൽ ഡോമിനൻസ്. ഇതൊരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. നിങ്ങളുടെ വാക്കിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, നിങ്ങളുടെ ഐസിൽ ഫിയർ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫേസിൽ അപ്രൂവലിനായിട്ടുള്ള സിഗ്നൽ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ലോകം നിങ്ങളെ ഓട്ടോമാറ്റിക്കലി അടിച്ചമർത്തി മുന്നോട്ട് പോകും. ഒരു മനുഷ്യൻ കാമായി പോകുമ്പോൾ, സ്റ്റഡി ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ, തൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുമ്പോഴൊക്കെ അവൻ ഒരു വാക്ക് പോലും സംസാരിക്കാതെ തന്നെ ഡോമിനൻസ് ക്രിയേറ്റ് ചെയ്യും. ആളുകൾ ഇങ്ങനെയുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് കോൺഷ്യസ്ലി അല്ല തീരുമാനിക്കുന്നത്, സബ് കോൺഷ്യസ്ലി അവരുടെ ബ്രെയിൻ ഓൾറെഡി അത് ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനെ പറ്റിയല്ല നോക്കാൻ പോകുന്നത്, പ്രസൻസ് കൺട്രോളിനെ പറ്റിയാണ്. ഇത് ബോഡി ലാംഗ്വേജ് മാത്രമല്ല, ഇത് പവർഫുൾ റിയൽ ആറ്റിറ്റ്യൂഡ് ലാംഗ്വേജ് കൂടിയാണ്. ഇതെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു റൂമിലേക്ക് എൻ്റർ ആകുമ്പോൾ നിങ്ങളുടെ പ്രസൻസ് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യും. നിങ്ങൾ ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യുമ്പോൾ ആളുകൾ നിങ്ങളെ കോൺഷ്യസ്ലി ഡിസ്റെസ്പെക്റ്റ് ചെയ്യില്ല, എന്നാൽ സബ് കോൺഷ്യസ്ലി അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്യും. എന്നാൽ ചില ആളുകൾ ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും അവർ വന്ന ഉടനെ റൂം സൈലൻ്റ് ആകും. എല്ലാവരും അവരെ കണ്ട് എഴുന്നേൽക്കും, കാരണങ്ങളൊന്നുമില്ലാതെ അവരെ വിഷ് ചെയ്യും. ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ വേർഡ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അവരുടെ നെർവസ് സിസ്റ്റത്തെയാണ്. ലോകത്തിലെ വലിയ വലിയ ലീഡേഴ്സ് എല്ലാം ഇങ്ങനെയായിരിക്കും. അവർ അധികം സംസാരിക്കില്ല, അവരുടെ ഐ കോണ്ടാക്ട് സ്ട്രെയിറ്റ് ആയിരിക്കും. ഹാൻഡ് ഷേക്ക് ചെയ്യുമ്പോൾ അവരുടെ ഫേസ് മാത്രമല്ല ബോഡി ലാംഗ്വേജും പോസിറ്റീവായിരിക്കും. സോ ഈ ഒരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന 7 ബോഡി ലാംഗ്വേജസിനെ പറ്റി ഇനി നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അതിനു മുന്നേ നിങ്ങൾക്കും ഒരു പവർഫുൾ പേഴ്സണായിട്ട് മാറണം. നിങ്ങളിലെ ഓവർ തിങ്കിങ്, ടെൻഷൻ, ലേസിനെസ്, അഡിക്ഷൻസ് ഇതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ഇതിനായിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഗ്രോത്തിനായിട്ട് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഓവറോൾ പേഴ്സണാലിറ്റി ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. സോ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്പർ 1, സ്റ്റിൽനെസ്. വെറുതെ ചലിക്കാതെ ഫോക്കസ്ഡ് ആയിരിക്കുന്നവർ വളരെ ഡേഞ്ചറാണ്. വീക്കായിട്ടുള്ളവർ ഒരിക്കലും കാമായിരിക്കില്ല. അവരെപ്പോഴും കൈ തിരുമ്പിക്കൊണ്ടിരിക്കും, മുഖം ടച്ച് ചെയ്യും, മേലെ നോക്കുക, താഴേക്ക് നോക്കുക, ഷിവറിങ് ഇങ്ങനെയുള്ള അൺനെസസറി മൂവ്മെൻറ്റ്സ് അവരിൽ കൂടുതലായിരിക്കും. ഇൻ്റർവ്യൂ സെക്ഷൻസിൽ കൂടുതലായിട്ടും ആദ്യം ഇതാണ് ശ്രദ്ധിക്കുന്നത്. ഈ മൈക്രോ മൂവ്മെൻറ്റ്സ് മറ്റുള്ളവരോട് പറയും ഇയാൾ കൺട്രോൾഡ് അല്ല, ഫോക്കസ്ഡ് അല്ല എന്ന്. സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളുടെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ആയിരിക്കും അവിടെ ക്രിയേറ്റ് ആവുക. എന്നാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയായിരിക്കും എന്നാൽ അവരൊരു ലീഡറെ പോലെ ആയിരിക്കും നിൽക്കുക. ലോകത്തിലുള്ള വലിയ ലീഡേഴ്സിനെ ഒബ്സർവ് ചെയ്ത് നോക്കൂ. അവർ ഒരു പബ്ലിക് പ്ലേസിൽ നിൽക്കുമ്പോൾ അൺനെസറി മൂവ്മെൻറ്റ്സ് അവോയ്ഡ് ചെയ്യും. ആ സ്റ്റിൽനെസ് മറ്റുള്ളവരുടെ ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ നൽകും, ഈ മനുഷ്യൻ റിയാക്ട് ചെയ്യില്ല, പ്രാക്ടിക്കലി ആക്ട് ചെയ്യുമെന്ന്. നിങ്ങൾക്കും ഇങ്ങനെ ആവണമെങ്കിൽ അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. സംസാരിക്കുമ്പോൾ അൺനെസറി ഹാൻഡ് മൂവ്മെൻറ്റ്സ് അവോയ്ഡ് ചെയ്യുക, കാം ആൻഡ് സ്റ്റിൽ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മിഡിൽ ക്ലാസ് പീപ്പിൾസിനെ ആരും പഠിപ്പിക്കില്ല. ഫ്രണ്ട്സ്, ലൈഫിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം. ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ റിയാക്ഷനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിരിക്കും.
സ്റ്റിൽനെസ് ക്രിയേറ്റ്സ് സൈക്കോളജിക്കൽ പ്രഷർ. നമ്പർ 2, പവർ ഗെയ്സ്. കണ്ണുകളിലാണ് ഡോമിനൻസ് പവർ. വീക്കായിട്ടുള്ളവർ ഐ കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യും, എന്നാൽ സ്ട്രോങ് ആയിട്ടുള്ളവർ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യും. നിങ്ങൾ ഐ കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കും നിങ്ങൾ നെർവസ് ആണെന്ന്. എന്നാൽ കാം സ്റ്റഡി ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അപ്പോൾ അവർ മനസ്സിലാക്കും നിങ്ങൾ ഡോമിനൻ്റ് ആൻഡ് പവർഫുൾ പേഴ്സൺ ആണെന്ന്. അട്രാക്ഷനും ഇതേ റൂൾസാണ്. സ്റ്റേബിൾ ഗെയ്സ് എന്നുള്ളത് ഒരു കംഫർട്ടബിൾ ലുക്കാണ്. ഭയമില്ലാത്ത ഐസ്, കൺട്രോൾഡ് ആൻഡ് കാം നെർവസ് സിസ്റ്റം മറ്റുള്ളവരിൽ അട്രാക്ഷൻ ട്രിഗർ ചെയ്യും. ഇലോൺ മസ്കിൻ്റെ സ്പീച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഐ മൂവ്മെൻറ്റ്സ് കാം, കൺട്രോൾഡ് ആൻഡ് സ്റ്റേബിൾ ആയിരിക്കും. ഓഡിയൻസ് ഓട്ടോമാറ്റിക്കലി സൈലൻ്റ് ആയിരിക്കും. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആരെയും ആദ്യം തീക്ഷ്ണതയോട് കൂടിയിട്ട് നോക്കാതിരിക്കുക, കാമായിട്ട് നോക്കുക. കണ്ണുകൾ കൂടുതൽ ബ്ലിങ്ക് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നേരെ കണ്ണിൽ നോക്കി സംസാരിക്കുക. ഇതിലൂടെ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആളും കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. സോ കാം ആൻഡ് സ്റ്റഡി ഗെയ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ നെർവസ് സിസ്റ്റം സ്ട്രോങ് ആണെങ്കിൽ അത് നിങ്ങളുടെ കണ്ണുകളിലൂടെ മനസ്സിലാകും. നമ്പർ 3, വാക്ക് സ്റ്റൈൽ. വാക്ക് ലൈക്ക് യു ഓൺ ദ എൻവിറോൺമെൻറ്റ്. വീക്കായിട്ടുള്ളവരുടെ വാക്ക് ഫാസ്റ്റ്, ഹെസിറ്റേറ്റ് ആൻഡ് അൺസർട്ടൻഡ് ആയിരിക്കും. എന്നാൽ സ്ട്രോങ് ആയിട്ടുള്ളവരുടെ വാക്ക് സ്ലോ, റിലാക്സ്ഡ് ആൻഡ് ഇൻറ്റൻഷണൽ ആയിരിക്കും. ഇവരെ പ്രഷർ സിറ്റുവേഷനിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? അവരുടെ വാക്ക് കാം ആയിരിക്കും, മൈൻഡ് ഷാർപ്പായിരിക്കും. നിങ്ങളുടെ ബ്രെയിനിന് തോന്നും ഈ ആൾക്ക് ഭയമില്ല എന്ന്. അട്രാക്ഷനും ഇതേ സെയിം പ്രിൻസിപ്പിളാണ്. കാം മൂവ്മെൻറ്റ് ആൻഡ് ഹൈ കോൺഫിഡൻസ്. ഇതിനായിട്ട് ഫാസ്റ്റ് വാക്ക് അവോയ്ഡ് ചെയ്യുക, ഷോൾഡർ സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക, ഹെഡ് നാച്ചുറൽ പൊസിഷനിൽ വയ്ക്കുക, കോൺഫിഡൻ്റായി നേരെ നോക്കി നടക്കുക. നമ്പർ 4, ഫേസ് കൺട്രോൾ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരാൾ മുഖം ചുളിച്ചാൽ തന്നെ നമ്മൾ അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും അല്ലേ? ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും. നിങ്ങളുടെ ആ ഒരു ദേഷ്യത്തിന് കാരണം അവരുടെ ആ ഒരു ഫേസ് റിയാക്ഷനാണ്. ഫേസ് ഒരു ഇമോഷണൽ വെപ്പണാണ്. വീക്കായിട്ടുള്ളവരുടെ ഇമോഷൻ അവരുടെ ഫേസിൽ വിസിബിൾ ആകും. ലൈക്ക് നെർവസ്, സ്മൈൽ, പാനിക് എക്സ്പ്രഷൻ, അപ്രൂവൽ സീക്കിംഗ് ഫേസ്. എന്നാൽ സ്ട്രോങ് ആയിട്ടുള്ളവരുടെ ഫേസ് എപ്പോഴും ന്യൂട്രൽ, കാം ആൻഡ് കൺട്രോൾഡ് ആയിരിക്കും. ഇലോൺ മസ്കിൻ്റെ ഇൻ്റർവ്യൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഫേസ് ന്യൂട്രൽ ആയിരിക്കും. ഈ ഒരു ന്യൂട്രൽ എക്സ്പ്രഷൻ മറ്റുള്ളവരുടെ ബ്രെയിനിന് ഈ ഒരു സിഗ്നൽ നൽകും ഇയാളെ റീഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന്. അൺപ്രെഡിക്റ്റബിൾ പേഴ്സൺസിനെ ബ്രെയിൻ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യും. സോ ഇതിനായിട്ട് നിങ്ങൾ അൺനെസസറി സ്മൈൽ അവോയ്ഡ് ചെയ്യുക, പാനിക് ഫേസ് കൺട്രോൾ ചെയ്യുക, ന്യൂട്രൽ കാം എക്സ്പ്രഷൻ എപ്പോഴും ഫേസിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഫേസ് റിവീൽസ് ഇൻറ്റേർണൽ കൺട്രോൾ. നമ്പർ 5, സൈലൻറ്റ് ലുക്ക്. സംസാരിക്കാത്തവരാണ് ആക്ച്വലി ഇൻട്രാക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. വീക്കായിട്ടുള്ളവർ സൈലൻസിൽ ഭയപ്പെടും. ബട്ട് സ്ട്രോങ് പേഴ്സൺസ് സൈലൻസിനെ ഒരു വെപ്പണായി യൂസ് ചെയ്യും. സ്റ്റീവ് ജോബ്സിൻ്റെ പ്രസൻസ് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ഹി പോസസ് ഓഫൺ. അദ്ദേഹം നിർത്തി സംസാരിക്കും. കാരണം അപ്പോൾ മാത്രമേ കേൾക്കുന്നവർക്കും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ആൻഡ് ഓഡിയൻസ് അറ്റൻഷനും ഇൻക്രീസ് ആവുകയുള്ളൂ. സൈലൻസ് ഓട്ടോമാറ്റിക്കലി ഒരു സൈക്കോളജിക്കൽ ടെൻഷൻ മറ്റുള്ളവരിൽ ക്രിയേറ്റ് ചെയ്യും. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ്ലി ഒന്നിനും ആൻസർ ചെയ്യാതിരിക്കുക, പോസ് എടുക്കുക, കാമായി റെസ്പോണ്ട് ചെയ്യുക. സൈലൻസ് എപ്പോഴും നിങ്ങളുടെ പവർ ബാലൻസിനെ കൺവേ ചെയ്യും. നമ്പർ 6, സ്പേസ് ഒക്യുപ്പേഷൻ. ബോഡി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രസൻസും എക്സ്പാൻഡ് ആകും. വീക്കായിട്ടുള്ളവർ എപ്പോഴും തലകുനിച്ച് ക്ലോസ്ഡ് ആയിട്ടിരിക്കും. എന്നാൽ സ്ട്രോങ് പേഴ്സൺസ് കൂടുതൽ സ്പേസ് എടുത്തിരിക്കും. ഇവർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ളവരിൽ ഓട്ടോമാറ്റിക്കലി ഒരു പ്രഷർ ഫീൽ ചെയ്യും. ഇവർ ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഷോൾഡേഴ്സ് സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക, റിലാക്സ്ഡ് ആംസ്, ക്ലോസ്ഡ് പോസ്ചർ അവോയ്ഡ് ചെയ്യുക ആൻഡ് കൂടുതൽ സ്പേസ് എടുത്ത് ഇരിക്കുക. നമ്പർ 7, ഇമോഷണൽ ഇമ്മ്യൂണിറ്റി. റിയാക്ട് ചെയ്യാത്ത മനുഷ്യരെയാണ് ബ്രെയിൻ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുക. വീക്കായിട്ടുള്ളവർ ഇൻസ്റ്റൻ്റ്ലി റിയാക്ട് ചെയ്യും. എന്നാൽ സ്ട്രോങ് ആയിട്ടുള്ളവർ ഒബ്സർവ് ചെയ്യും. റിയാക്ഷൻ ഈസ് ലോസ് ഓഫ് കൺട്രോൾ. Stillness is the real control. When you don't react, opponent loses psychological balance. This creates silent dominance. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.